ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുകയല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി. ഇപ്പോൾ പലയിടങ്ങളിലും മഴയുടെയും അതുപോലെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിട്ടല്ലെങ്കിൽ സേഫായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമുക്കറിയില്ല, പലയിടങ്ങളിലും പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മഴ കാരണം നമ്മൾ അതേ പുറത്തേക്ക് ഇറങ്ങലൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണനെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറക്കുമ്പോൾ പോലും അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയധികം ഒരു ബലം പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നല്ല തെളിമയുള്ള ദിവസമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ അന്നിപ്പോൾ കല്ലൂനും ക്ലാസ് ഇല്ല. അപ്പോൾ കർക്കിടക മാസമായിട്ട് അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ്റാനിക്കരയ്ക്ക് പോകണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നു. പിന്നെ പോയിട്ടും കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. ചോറ്റാനിക്കരയ്ക്ക് പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷമൊക്കെ ആയി തോന്നുന്നു ചോറ്റാനിക്കരയ്ക്ക് പോയിട്ട്. അപ്പോൾ ഒന്ന് ചോറ്റാനിക്കര അമ്മേനെയൊക്കെ കണ്ടൊന്ന് തൊഴാമെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു കുറച്ച് നാളുകളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ കണ്ണന് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നാലും ഞങ്ങൾ വിശന്ന് കുറച്ചൊക്കെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായി. ചായ കുടിക്കാനായിട്ട് കയറിയിട്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് കാക്കനാടൊക്കെ എത്തുന്നതിന് മുൻപ് ഒരു ആര്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് കേട്ടോ കയറിയത്. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മളൊരു വിൻഡോ സൈഡിൽ ഇരുന്നപ്പോഴേ അതിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ എന്തോ ട്രെയിൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുപോലെ തന്നെ എയറോപ്ലെയിൻ കാണുന്നത് ഭയങ്കര എന്തോ ഒരു ഇതാണ്. ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ട്രെയിൻ യാത്രയും റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ കാണാൻ ഞാൻ എൻ്റെ രണ്ട് കൈയൊന്നും എനിക്ക് പോരാ അവനെ പിടിക്കാനായിട്ട്. ആളിങ്ങനെ ഭയങ്കര ഒരു സന്തോഷമാണ് അവന് ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ. എനിക്കറിയില്ല, അത്രയധികം ഒരു സന്തോഷം അവന് കാണുമ്പോൾ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. മഴയും കാര്യങ്ങളും കുറവായിരുന്നു. പോരാത്തതിന് ശനിയാഴ്ചയൊക്കെ അല്ലേ, അവധി ദിവസവും കൂടിയാണ്. അപ്പോൾ അന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ PROനെ അങ്ങനെ അറിയുന്നത് കാരണം ക്യൂ ഒന്നും നിന്ന് തൊഴേണ്ട വന്നില്ല. ഉള്ളിലേക്ക് വേഗം കയറി തൊഴാനൊക്കെ പറ്റിയായിരുന്നു. അപ്പം അത് വലിയൊരു ഉപകാരമായി. അപ്പം അങ്ങനെ തൊഴുതു. എന്താ പറയുക, ചില ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഗുരുവായൂർക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് മനസ്സിന് വലിയൊരു തൃപ്തി തോന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊന്നും തൊഴാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ചോറ്റാനിക്കരയ്ക്ക് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് തൃപ്തി തോന്നിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കുറേ പേരൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തൊഴുതു. പിന്നെ അവിടെ കീഴ്ക്കാവിൽ പോയി തൊഴുതു. കണ്ണനും അതെ, കല്യാണിയും അതെ. കല്യാണി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം കല്യാണിയും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടും നമുക്കിങ്ങനെ കൂളായിട്ട് പോയി തൊഴുത് വരാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ച് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. കുറേ പേരൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു, കണ്ണനെ കൊഞ്ചിച്ചു, കളിപ്പിച്ചു. നല്ല രീതിയിൽ തൊഴാൻ പറ്റി. എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. കണ്ണനാണെങ്കിൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ മതി, ആൾ ഇങ്ങനെ ഭയങ്കര ചിരിച്ചും കൊണ്ടൊക്കെ ആയിരിക്കുള്ളൂ. ആൾക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ ആൾ ചിരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആൾ മുഖമൊക്കെ കയറ്റി വെച്ചിരിക്കും. പിന്നെ പുറത്തിറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരാളെ കാണുന്നതിനേക്കാളും പുറത്ത് വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൻ കുറേയും കൂടെ ചിരിച്ചിരിക്കുള്ളൂ. കാരണം ഞങ്ങൾ ടാറ്റയിലാണല്ലോ, ടാറ്റ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വീട്ടിൽ വെച്ചിട്ടാകുമ്പോൾ നമ്മുടെ സാധാരണ വീട്ടിലത്തെ ഒരവസ്ഥയല്ലേ. അപ്പോൾ അത്രയ്ക്ക് ചിരിയൊന്നും മുഖത്ത് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കുട്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എനിക്കറിയില്ല, നമ്മൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇടുക്കിയിലാണ് കേട്ടോ ഈ കുട്ടിയുടെ വീട്. അപ്പോൾ അവിടെ വെച്ച് കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അവരവിടെ എന്തോ 2-3 ദിവസമായി വന്നിട്ട് എന്തോ ഭജന ഇരിക്കുകയോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ണനെ കണ്ടു, കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, കണ്ണനെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരെ നമ്മളങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരാളൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ ആലയിൽ ഇങ്ങനെ മറ്റേ ആണി തറച്ച് വെച്ചേക്കുന്നതും കുറേ പാവകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഇങ്ങനെ ആവാഹിച്ച് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണല്ലോ ആദ്യമൊക്കെ കാണുമ്പോൾ. വരുമ്പോൾ പേടിയൊക്കെ ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ വരുമ്പോൾ അമ്മയൊക്കെ അതങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്കിങ്ങനെ ഓരോ ബാധയൊക്കെ കയറുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടി. പക്ഷേ ഇപ്പം നമുക്കറിയാമല്ലോ.
അപ്പോൾ അങ്ങനെ ഞാൻ കല്ലുൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കല്ലു ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കഥയൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ കല്യാണിക്ക് അങ്ങനെ കഥയായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനങ്ങനെ വലിയ വിപുലീകരിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കല്യാണി ഭയങ്കര ആകാംക്ഷയോട് കൂടെയൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കും. കണ്ണനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കി ചിരിച്ചും കൊണ്ടേയിരിക്കും കേട്ടോ. ഭയങ്കര കളിയാക്കല അവന്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ എന്നെ കളിയാക്കി കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയും എപ്പോഴും അമ്മയെ കളിയാക്കിക്കോളോട്ടെ കണ്ണാന്നൊക്കെ പറയും ഞാൻ അവൻ്റെ അടുത്ത്. അപ്പോൾ കുറേ പേരെ കണ്ടു കേട്ടോ, സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേരെ കണ്ടു. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. നമ്മളെവിടെ ചെല്ലുമ്പോഴും തിരിച്ചറിഞ്ഞിട്ട് കുറേ പേര് നമ്മളുടെ അടുത്തേക്ക് വരും, വർത്താനമൊക്കെ ചോദിക്കാനൊക്കെ വരും, കണ്ണൻകുട്ടിയുടെ അടുത്തേക്ക് വരും. അപ്പം അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചേട്ടനോട് പറയാം എന്തായാലും നല്ല സുഖമായിരിക്കും യാത്ര, ചൂടും വെയിലൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് ഇങ്ങനെ വിയർക്കാതെയൊക്കെ പോയി വരാം എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പം നമ്മുടെ പ്രീത ചേച്ചിനെ അറിയാമായിരിക്കാം. അപ്പോൾ മിക്ക വീഡിയോസിലൊക്കെ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ചേച്ചി കാക്കനാടാ. ചേച്ചീനെ കുറേ നാളായിട്ടോ കാണണം എന്നിങ്ങനെ ആഗ്രഹം ചേച്ചിയാണെങ്കിലും പറയും. പക്ഷെ ഞങ്ങൾ എപ്പോൾ എറണാകുളത്തേക്ക് ചെന്നാലും കാണാൻ പറ്റാറില്ല. അപ്പോൾ ചേച്ചിയുടെ വീട് കാക്കനാടാ. അപ്പോൾ പിന്നെ അങ്ങനെ ഈ വഴിക്ക് വന്നപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇവിടെ രാജഗിരി കോളേജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിനെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ അവിടെയും കയറി. അപ്പോൾ ചേച്ചിയാണെങ്കിൽ കണ്ണനെ കണ്ട സന്തോഷത്തിലാണ് കുറേ നാളുകൾ കാത്തിരുന്ന് കണ്ടതാട്ടോ. ഇപ്പോൾ കണ്ണനും വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നു ചേച്ചിയുടെ കയ്യിൽ. ചില സമയത്ത് ആൾക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ആൾ ഇടയാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നെന്തോ കണ്ണനും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ചേച്ചിയും ഒരുപാട് സന്തോഷത്തിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി എറണാകുളം വരെ വന്നു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൂടെ ഒന്ന് കയറിയിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ലുലുവിലേക്ക് പോയിട്ടോ. ലുലു മാള് കാണാനായിട്ടൊന്ന് പോയി. അവിടെ ഇപ്പോൾ കാണാനും മാത്രമൊന്നും ഇല്ല, എന്നാലും വെറുതെ ഒന്ന് അതിനുള്ളിലൊക്കെ കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പോയി. അപ്പോഴേക്കും ഭയങ്കര വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ കണ്ണന് ഇപ്പോൾ എന്തോ ഞാൻ കൊണ്ടുപോയ ഫുഡൊന്നും അവന് വേണ്ട. ഞാനപ്പോൾ ഓട്സ് കുറുക്കിയതും പഴം പുഴുങ്ങി അടിച്ച് അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നു അവന്. പക്ഷേ ഇവൻ ഇത് രണ്ടും കഴിച്ചില്ല. രാവിലെ നമ്മൾ ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇഡലി കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയ ഭക്ഷണം ഒന്നും ആൾ കഴിച്ചില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഹോട്ടലിൽ നിന്ന് ആൾ ഭക്ഷണം കഴിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു. അപ്പം ഞാനിങ്ങനെ അമ്മയൊക്കെ വിളിച്ചപ്പോൾ പറയായിരുന്നു അമ്മ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമൊന്നും അവൻ കഴിച്ചില്ല അമ്മ, പക്ഷേ ഹോട്ടലിൽ കയറിയപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനാണെങ്കിലും വിചാരിക്കുകയാണ് വീട്ടിൽ എന്നും ഇതന്നെ ചോറ്, പഴം, ഓട്സ്, കുറുക്ക്, റാഗി ഇതൊക്കെ തന്നെ. ഈ അമ്മനെ കൊണ്ട് ഒരു സൗകര്യമില്ലല്ലോ. എവിടേക്കെങ്കിലും പോകുമ്പോഴെങ്കിലും ഒന്ന് പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ അമ്മ ഈ വീട്ടിലത്തെ ഫുഡുകളൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുവന്നേക്കാണ് പുറത്ത് കൊണ്ടുപോകുമ്പോഴും കഴിക്കാനായിട്ടെന്നൊക്കെ അവന് വിചാരിക്കുന്നുണ്ടാവും. ഞാനപ്പോൾ അമ്മ ഭക്ഷണം എടുക്കട്ടെടാ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടിയിൽ നിന്ന് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ആൾ ഭയങ്കര ബഹളമായിരുന്നു, വെറുതെ കരയായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വേറെ ഒന്നുമല്ല സംഭവം, ആൾക്കും പുറത്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, അതായിരിക്കും ആളിങ്ങനെ വാശി പിടിച്ചതൊക്കെ. അപ്പോൾ പിന്നെ എനിക്കും തോന്നി. ഞാനപ്പോൾ അവിടുത്തെ നമ്മൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചപ്പോൾ കൊടുത്തപ്പോൾ ആൾ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേ കുട്ടികളുടെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ലുലുവിൽ പോയാൽ ആകെ ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുള്ളൂ കേട്ടോ. കാരണം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നല്ലാതെ വേറെ എവിടെ നിന്നൊന്നും വാങ്ങാറൊന്നുമില്ല. അപ്പോൾ കല്യാണി ഈ ഒരു ഭാഗം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 3rd ഫ്ലോറാണെന്ന് തോന്നുന്നു അവിടെ പോയി ഇതൊക്കെ കണ്ടപ്പോൾ കല്യാണിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ കുറേ എണ്ണത്തിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്തോ ഒരു കാർഡ് തന്നിട്ട് പിന്നെ അതിലെന്തോ പൈസ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കേരളമൊന്നും വേണ്ട, കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ണനും കല്യാണിയൊക്കെ അതൊക്കെ കണ്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കണ്ണൻ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല, കണ്ണൻ ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയാം, ഏതോ ഒരു കൊല്ലം കല്യാണി കൊച്ചായിരുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ ചോറ്റാനിക്കര പോയിട്ട് വരും വഴിക്ക് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നേ അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കണ്ണൻ്റെ അടുത്ത്. അന്ന് കല്യാണി കുഞ്ഞിതാ, നടന്നൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു രണ്ടാൾക്കും കൂടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത്.
പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. കല്യാണി കുറേ ദിവസങ്ങളായി പറയുന്നു നൂലപ്പം ഉണ്ടാക്കുക, നൂലപ്പം ഉണ്ടാക്കുക, നൂലപ്പം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഇടിയപ്പം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മിക്ക ദിവസം നമ്മുടെ കണ്ണൻ ചേട്ടന് പുട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പുട്ടൊക്കെ തന്നെയാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. ചപ്പാത്തിയും അവൻ വലിയ കുഴപ്പമില്ലാതെ കഴിക്കും. ഞാൻ എപ്പോഴും കണ്ണൻ്റെ ഇഷ്ടങ്ങളാണ് കൂടുതലും നോക്കാറ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ കല്യാണിയാണെങ്കിലും ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ നമുക്ക് എന്തും കഴിക്കാമല്ലോ. അവനല്ലേ അവൻ്റേതായ ഇഷ്ടങ്ങളുമുള്ളത് മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ്റെ ഇഷ്ടങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത്. അപ്പോൾ കല്യാണി ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ കല്യാണിയുടെ ഇഷ്ടത്തിന് നൂലപ്പം ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ, ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നാന്ന് തോന്നുന്നു. അപ്പോൾ അത് വന്നിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണി എപ്പോഴും ഞാനിങ്ങനെ ഓരോ പണിയിലിരിക്കുമ്പോൾ അമ്മ അതൊന്ന് ഓപ്പൺ ചെയ്യാമ്പോൾ നമുക്ക് വന്നിട്ട് ആൾ ഈ യൂട്യൂബൊക്കെ കാണുമ്പോഴേ അതിലിങ്ങനെ അൺബോക്സിങ് വീഡിയോസൊക്കെ കാണുമല്ലോ. അമ്മ വന്നിട്ട് നമുക്കത് അൺബോക്സിങ് വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അൺബോക്സിങ് വീഡിയോ ഒന്നും ഇല്ല കല്ലു, നമ്മുടെ ചാനലിൽ അങ്ങനെ വേറെ വീഡിയോസൊന്നും ഇട്ടാൽ ചിലപ്പോൾ ആളുകൾക്കൊന്നും അത് ഇഷ്ടമാവില്ലടാ, നമുക്ക് നമ്മൾ ചെയ്യുന്ന പോലെയുള്ള വീഡിയോസുകളൊക്കെ തന്നെ മതി കല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളോട് ഓരോന്നൊക്കെ പാപ്പടിക്കും. സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തപ്പോഴേക്കും സ്റ്റാൻഡ് മൊത്തം സാധനങ്ങളായിട്ടാണ്, ബാഗ് വരെ അതുമ്പോൾ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കല്ലു ഞാനത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉരുളൻകിഴങ്ങൊക്കെ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് മേടിച്ചതാടി എന്ന് പറഞ്ഞേ. അപ്പോൾ കല്യാണി ഇല്ല അതെൻ്റെ ബുക്കും പെൻസിലും പേനയൊക്കെ വെക്കാനായിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആളപ്പടിക്ക് അത് കരസ്ഥാക്കി എടുത്തു. പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും. അടുക്കളയിൽ അടുപ്പുകൾ 3 കത്തിക്കൊണ്ടിരിക്കും. 3 എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കിണ്ണത്തപ്പൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. കുറേ നാളുകളായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്. അയ്യോ പറഞ്ഞ് തെറ്റും മിസ്റ്റേക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ പുട്ട് എന്നും ആ ഒരു ഇത് നിങ്ങൾക്ക് എന്നും അവിടെ കാണാം സ്റ്റവിൽ. കണ്ണൻ്റെ പുട്ട് എപ്പോഴും ഉണ്ടാവും അടുപ്പത്ത്. അപ്പോൾ കല്യാണി നേരത്തെ എണീക്കുന്ന ദിവസങ്ങളിൽ ആൾക്കൊരു എഴുതി പഠിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയും അത് എഴുതുന്നൊക്കെ പറയും. അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ മഴ കാരണം സ്കൂളില്ലാണ്ടായപ്പോൾ എക്സാമുകളൊക്കെ ആകെ താളം തെറ്റി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡേറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ അവളെ സ്കൂളിൽ വിടണമെങ്കിൽ ഞാൻ പറയുന്നത് എന്നും പറയാറുള്ളത് പോലെ തന്നെ രാവിലെ തന്നെ ഫുഡ് കൊടുക്കലെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതല്ല പണി, ഭക്ഷണം അവർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പണി. കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിയെ തിറക്കണമെങ്കിൽ എനിക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യണം. ആളിങ്ങനെ പതുക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് ഓടും. സത്യം പറഞ്ഞൊരു ഓട്ടപ്പാച്ചിലാണ് ഇപ്പം മൊത്തത്തിൽ. അങ്ങോട്ട് ഓടി ഒന്നും ഇരിക്കുന്നില്ല. ഒന്നെങ്കിൽ ഫുൾ ബോഡി വർക്കിംഗ് ആയിരിക്കും, അല്ല എങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാനും എഴുതാനൊക്കെ ആയിരിക്കുമ്പോൾ ബ്രെയിൻ വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുൾ വർക്കിംഗ് ആണ്. ഒരു മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ഇല്ല മൊത്തത്തിൽ. അപ്പോൾ പിന്നെ അവളെ വിടാന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ പരിപാടികൾ. അതങ്ങനെ ചടപടയെന്നും പറഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് നോക്കൂട്ടോ. പിന്നെ അന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും മഴയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ണനെ കാണാനെന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മാമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണനെ എടുക്കാനോ ഒന്നും നിൽക്കണ്ട, എപ്പോഴും അമ്മാമ്മയുടെ മടിയിലുണ്ടാവും. അപ്പം ഞാൻ ഇടയ്ക്ക് പറയട്ടാ, ഈ അമ്മ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് കിട്ടില്ല, എപ്പോഴും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ നമ്മുടെ ബുക്കുകൾ കൊറിയർ ചെയ്യാനുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. ഇൻസ്റ്റ വഴിയും FB വഴിയും വാട്സപ്പിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഓർഡറുകളൊക്കെ വരുന്നുണ്ട്. ബുക്കുകൾ തികയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കിയുള്ളത് എത്രയും വേഗം കോപ്പികളൊക്കെ നമുക്ക് കിട്ടും. 500 കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഉണ്ടാവും ഇടയിൽ കൂടെ പണി. അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലത്തെ കാര്യങ്ങൾ, വീഡിയോസ് എടുക്കൽ, വീഡിയോസ് എഡിറ്റ് ചെയ്യൽ, പിന്നെ നെറ്റിപ്പട്ടം ഇടയ്ക്ക് അതിൻ്റെ പരിപാടികൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫുൾ ബിസിയാണ്. അപ്പോൾ അമ്മാമ്മയുടെ കയ്യിൽ കടഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ വേഗം കുറച്ച് അഡ്രസ്സ് എഴുതാനുള്ളതൊന്ന് എഴുതട്ടെ, വൈകിട്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും DTDC എന്നൊരു പയ്യൻ വരും,
കൊറിയർ വാങ്ങാനായിട്ട്. അപ്പോൾ ആ പയ്യൻ വരുമ്പോഴേക്കും അത് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരം അത് എഴുതാനൊക്കെ ആയിട്ടിരുന്നു. പിന്നെ കണ്ണൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ടിരുന്നു. അപ്പം കിണ്ണത്തപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുക്കാൻ കണ്ണൻ്റെ കുറുക്കും കാര്യങ്ങളൊക്കെ ആക്കി ഞങ്ങളവിടെ താഴെ ഇങ്ങനെ ഇരുന്നു. എനിക്കിങ്ങനെ ഞാൻ തന്നെയുള്ളപ്പോൾ ഒന്നും താഴെ ഇരിക്കലൊക്കെ വളരെ കുറവാണ്. പക്ഷെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിലത്ത് കാലൊക്കെ നീട്ടി വെച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മയൊക്കെ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തില്ല എപ്പോഴും. അപ്പം ഞങ്ങളവിടെ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കണ്ണന് ഫുഡൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കറിയാം അമ്മ വരുന്ന ദിവസങ്ങളിൽ എൻ്റെ വേറെ എക്സ്ട്രാ പണികളൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ഞാൻ എപ്പോഴും പറയില്ല, അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ അടുത്ത് എപ്പോഴും നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വേറെ കാര്യങ്ങൾ നടക്കില്ല. ചിലപ്പോൾ അമ്മയും പറയും കേട്ടോ, ഞാൻ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ നിൻ്റെ പണികളൊന്നും നടക്കില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാനും വിചാരിക്കും നമ്മുടെ പണികളൊന്നും മാത്രമൊന്നുമല്ലല്ലോ, നമുക്ക് സന്തോഷമല്ലേ നമ്മുടെ അമ്മ വരിക, അമ്മയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട അമ്മ, പണികളൊക്കെ ഞാൻ നാളെയിൽ എടുത്തോണ്ട് അമ്മ വായോ, അങ്ങനെ പറയൂട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ വോയിസ് ഒന്ന് കട്ടായിന്ന് തോന്നുന്നു. കാരണം ഞാൻ വോയിസ് കൊടുക്കുന്നത് കുറച്ച് എവിടെയെങ്കിലും നീങ്ങി മാറി ഇരുന്നിട്ടാണ്, നമുക്ക് നോയ്സ് ഒന്നും കയറി വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എവിടേക്കെങ്കിലും നീങ്ങിയിരുന്നിട്ടായിരിക്കും കൊടുക്കുക. കണ്ണൻ്റെ അടുത്തിരുന്ന് വോയിസ് കൊടുക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ ചിലപ്പോൾ അതുവരെ ചിലപ്പോൾ ഒന്നും മിണ്ടില്ല കേട്ടോ. ഞാനിങ്ങനെ വോയിസ് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാക്കും. പക്ഷെ കണ്ണൻ്റെ ഒച്ചത്തിൽ കയറി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അത് അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഈ വീഡിയോയിൽ വരുന്ന വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആകെ കലപില ബഹളമായിരിക്കും. അതാണ് ഞാൻ വേറെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ എന്തോ BP കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണൻ്റെ BP നോക്കുന്ന സംഭവം ഉണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ BP നോക്കാനൊക്കെ ഇരുന്നപ്പോൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ആകെ പോയി. കുറേ നേരം പിന്നെ അതുമ്പോൾ പണിയാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കളിയാക്കാം. അമ്മ പറയാം, എടി നിനക്ക് വല്ലതും അറിയോ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി പോയതായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പിന്നെ ബാറ്ററിയൊക്കെ എടുത്ത് മാറ്റിയിടാനും അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് നേരം അങ്ങനെയും പോയിട്ടോ. പക്ഷെ എനിക്കെന്തോ ഞാൻ അങ്ങനെ അമ്മയൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര കൂളാണ്, എൻ്റെ മൈൻഡ് ഭയങ്കര കൂളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരാൾ വീട്ടിലുണ്ടാകുമ്പോഴേ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കാനൊക്കെ വരുമ്പോഴൊക്കെയാണെങ്കിലും എനിക്ക് ഭയങ്കര റിലാക്സാണ് എൻ്റെ മൈൻഡ് എനിക്ക് ഭയങ്കര കൂളാണ്. ഞാൻ തന്നെയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് ആരുമില്ലല്ലോ. പിന്നെയും കല്യാണിൻ്റെ അടുത്തും കണ്ണൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറയുക. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് റിപ്ലൈ ഉണ്ടാവില്ല, അഭിപ്രായങ്ങളുണ്ടാവും. എനിക്ക് എന്തിനും ഏതിനും ഞാൻ ആരെങ്കിലും അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതമാണ്. അപ്പോൾ ആരെങ്കിലും വീട്ടിലുള്ളപ്പോൾ എൻ്റെ ഭയങ്കര ഒരു മൈൻഡ് കൂളാണ് കേട്ടോ എനിക്ക്. അപ്പോൾ കണ്ണാപ്പിന്നെ എടുത്ത് വെച്ചിരിക്കാൻ അമ്മാമ്മയുള്ളത് കൊണ്ട് തന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ മെഷീനൊക്കെ റെഡിയാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്ന കുറേ പണികളാണ്. സ്റ്റിച്ചിങ്, എഡിറ്റിങ്, അതുപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പെൻഡിങ്ങിൽ കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ അത് പിന്നേക്ക് ഇങ്ങനെ ഇടും. അപ്പം ഞാൻ കുറച്ച് നേരം അത് സ്റ്റിച്ച് ചെയ്യാനും കൂടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു 20 മിനിറ്റ് ഇപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് പറ്റണില്ല. ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കിതപ്പൊക്കെ വരും ഇങ്ങനെ വർത്താനമൊക്കെ പറയുമ്പോഴേ. അപ്പോൾ നിങ്ങൾക്കും ബോറാവണ്ട, 20 മിനിറ്റൊക്കെ മതി ഏകദേശം വീഡിയോ. ഞാനിപ്പോൾ അതിലും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്തി ആവണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പല വീഡിയോസും. അപ്പോൾ ഇത്ര മതിയില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കണ്ണൻകുട്ടി ഇങ്ങനെ അമ്മാമ്മയുടെ കയ്യിൽ ഇങ്ങനെ എന്തൊക്കെയോ കാഴ്ചയും കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ വയനാടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂസിലൂടെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം രാത്രി കിടന്നുറങ്ങിയ ആളുകളാണ്, നേരം വെളുപ്പിച്ചില്ല അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഏരിയ അല്ലെങ്കിൽ നമ്മളെന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ വളരെ ഭാഗ്യത്തോടു കൂടെ ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നമ്മുടെ ഏരിയയിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ. ഇപ്പം അങ്ങനെ എന്താ പറയുക, മലപ്രദേശങ്ങളും വെള്ളം കയറുന്ന ഏരിയകളും ഒന്നുമല്ല നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾക്ക് ഇതില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിക്കുന്ന ആളുകൾക്ക് നമ്മൾക്ക് എന്തുണ്ട് എന്നുള്ളത് ആലോചിച്ച് സന്തോഷിക്കാനായിട്ട് ആണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ
അമ്മേരെ കയ്യിൽ കുറച്ച് ഫ്രം എഴുതാനൊക്കെ കൊടുത്തു. കണ്ണന് ഫുഡ് കൊടുക്കാനിരിക്കുന്ന നേരത്ത് കുറേ ഫ്രം എഴുതാനുണ്ട്. ട്യൂബിൻ്റെ എനിക്ക് എഴുതിയേ പറ്റൂ. അപ്പം അമ്മനെ കൊണ്ട് കുറേ ഫ്രമ്മൊക്കെ എഴുതിക്കായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മ പറയും പിന്നെ കുറേ നാളായില്ല എഴുതിയിട്ട്, അതുകൊണ്ടൊക്കെ റെഡി ആവുമോ അങ്ങനെയൊക്കെ പറയും. ഞാൻ അമ്മ എഴുതി പഠിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അമ്മയെ കൊണ്ട് ഫ്രം എഴുതിക്കാനൊക്കെ ഇരുന്നു. അപ്പോഴും അമ്മ എടുത്ത് വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ മൊത്തത്തിൽ എന്തായാലും ഞാനും കാണാൻ ഹാപ്പി. അച്ചാച്ചനും അമ്മമ്മയൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ നിൽക്കുകയാണ്. കല്യാണിക്ക് സ്കൂളുള്ളത് കാരണേ പറ്റാതെ ഇങ്ങനെ ഇരിക്കുക. സാറ്റർഡേ സൺഡേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിർത്താം. പിന്നെയും വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.